ഒരു ദിവസം നമ്മുടെ DC യൂണിവേഴ്സിലെ ഏറ്റവും വലിയ സൂപ്പർ വില്ലനായ ഡാർക്ക്സൈഡ് തൻ്റെ ആർമിയുമായി ഭൂമിയിൽ വന്ന് പ്രശ്നമുണ്ടാക്കി. പക്ഷെ നമ്മുടെ സൂപ്പർ ഹീറോസിൻ്റെ ടീമായ ജസ്റ്റിസ് ലീഗ് ഡാർക്ക്സൈഡിനെയും അവൻ്റെ ആളുകളെയും തോൽപ്പിച്ചു. മാത്രമല്ല, മര്യാദയ്ക്ക് ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുവാൻ ജസ്റ്റിസ് ലീഗിലെ സൂപ്പർ ഹീറോസ് ഡാർക്ക്സൈഡിനോട് പറഞ്ഞതും എനിക്ക് നിൻ്റെയൊന്നും ഈ പരട്ട ഭൂമിയെ കീഴടക്കണമെന്ന ഉദ്ദേശമൊന്നുമില്ല എന്നും എനിക്ക് വേണ്ടത് എനിക്ക് കിട്ടിയെന്നും അതുകൊണ്ട് ഞാനിവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞ് ഡാർക്ക്സൈഡ് ഭൂമിയിൽ നിന്നും പുള്ളിക്കാരൻ്റെ പ്ലാനറ്റായ അപ്പോക്കലിപ്സിലേക്ക് തിരിച്ചുപോയി. എന്നാൽ ഇപ്പോൾ ഡാർക്ക്സൈഡ് പോകുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഒരു സൂപ്പർ ഹീറോയ്ക്ക് ഒഴിച്ച് ബാക്കി ആർക്കും ഡാർക്ക്സൈഡ് എന്താണ് അതിനോട് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. മനസ്സിലായ സൂപ്പർ ഹീറോ മറ്റാരുമല്ല, നമ്മുടെ ബാറ്റ്മാനാണ്. ഡാർക്ക്സൈഡ് തൻ്റെ ആളുകളെ ഉപയോഗിച്ച് സൂപ്പർ ഹീറോയായ സൈബോർഗിനെ തട്ടിക്കൊണ്ട് അപ്പോക്കലിപ്സിൽ പോയെന്നും സൈബോർഗിന് വേണ്ടിയാണ് ഡാർക്ക്സൈഡ് ഭൂമിയിൽ വന്നതെന്നും പക്ഷെ അതെന്തിനു വേണ്ടിയാണെന്ന് തനിക്ക് അറിയില്ല എന്ന് ബാറ്റ്മാൻ എല്ലാവരോടും പറയുകയാണ്. സൈബോർഗിനെ താൻ തട്ടിക്കൊണ്ട് പോയെന്നാണ് ഡാർക്ക്സൈഡ് നേരത്തെ പറഞ്ഞതിലൂടെ ഉദ്ദേശിച്ചതെന്ന് ബാറ്റ്മാൻ എല്ലാവരോടും പറയുകയാണ്. ഇപ്പോൾ സൈബോർഗിനെ ഡാർക്ക്സൈഡ് തട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഡാർക്ക്സൈഡിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമായ ആൻറ്റി ലൈഫ് ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ്. ആൻറ്റി ലൈഫ് ഇക്വേഷൻ്റെ പകുതി ഡാർക്ക്സൈഡ് നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ പകുതി ആൻറ്റി ലൈഫ് ഇക്വേഷനും മദർ ബോക്സും ഒക്കെ ഉപയോഗിച്ച് സൈബോർഗിൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ പരീക്ഷണം നടത്തി ആൻറ്റി ലൈഫ് ഇക്വേഷൻ്റെ മറ്റേ പകുതിയും കൂടി കണ്ടെത്തുവാനാണ് ഡാർക്ക്സൈഡിൻ്റെ ലക്ഷ്യം. അങ്ങനെ ഇപ്പോൾ സൈബോർഗിൻ്റെ ദേഹത്ത് ഡാർക്ക്സൈഡ് തൻ്റെ വേലക്കാരനായ ഡെസാഡ് എന്ന പേരുള്ള ഒരുത്തനെ കൊണ്ട് പരീക്ഷണം നടത്തുന്നുണ്ടെങ്കിലും ആൻറ്റി ലൈഫ് ഇക്വേഷൻ്റെ മുഴുവൻ കണ്ടുപിടിക്കുവാൻ ഡാർക്ക്സൈഡിന് സാധിക്കുന്നില്ല. മാത്രമല്ല, ആൻറ്റി ലൈഫ് ഇക്വേഷൻ്റെ പകുതി സൈബോർഗിൻ്റെ ശരീരത്തിൽ നടന്ന പരീക്ഷണത്തിൽ തന്നെ കേടാവുകയും അത് കാരണം ഒരു ടെക്നോ ഓർഗാനിക് വൈറസ് പുറത്തു വരികയും ചെയ്യുന്നു. ആ ഒരു വൈറസ് കാരണം ഡാർക്ക്സൈഡ് ഒരു സോംബിയായി മാറി തൻ്റെ പ്ലാനറ്റായ അപ്പോക്കലിപ്സിനെ നശിപ്പിക്കാനും തുടങ്ങി. ഭാഗ്യത്തിന് ഡാർക്ക്സൈഡ് സോംബി ആകുവാനുള്ള ലക്ഷണങ്ങളെല്ലാം കാണിക്കുവാൻ തുടങ്ങിയപ്പോൾ തന്നെ വൈറസിനെതിരെ പ്രതിരോധശേഷിയുള്ള ഡാർക്ക്സൈഡിൻ്റെ വേലക്കാരനായ ഡെസാഡ് എന്തോ വലിയ പ്രശ്നം വരുന്നതായി മനസ്സിലാക്കിയിട്ട് ആ കേടായ ഇക്വേഷൻ ദേഹത്തോളം അഥവാ വൈറസ് ദേഹത്തോളം സൈബോർഗിനെ എർത്തിലേക്ക് തിരിച്ചയച്ചു. കാരണം സൈബോർഗിൻ്റെ ദേഹത്തോളം വൈറസ് കാരണം അപ്പോക്കലിപ്സിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുവാനാണ് ഡെസാഡ് അങ്ങനെ ചെയ്തത്. പക്ഷെ സോംബിയായി മാറിയ ഡാർക്ക്സൈഡ് തന്നെ അപ്പോക്കലിപ്സിനെ നശിപ്പിച്ചു. അങ്ങനെ തിരിച്ച് ഭൂമിയിൽ വന്ന സൈബോർഗിൻ്റെ ശരീരം ഭൂമിയിലുള്ള ഇൻ്റർനെറ്റുമായി കണക്റ്റ് ആവുകയാണ്. സൈബോർഗിൻ്റെ ശരീരത്തിലുള്ള ആൻറ്റി ലൈഫ് ഇക്വേഷൻ അഥവാ ടെക്നോ ഓർഗാനിക് വൈറസ് സോഷ്യൽ മീഡിയയിലൂടെ ഭൂമിയിലുള്ള കോടിക്കണക്കിന് ജനങ്ങൾ കാണുകയും അപ്പോൾ തന്നെ ആ വൈറസ് കാരണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ജനങ്ങളെല്ലാം സോംബികളായി മാറുകയും ചെയ്തു. ഇതേ സമയം ഇതൊന്നും അറിയാതെ ഡാർക്ക്സൈഡിൻ്റെ അടുത്താണ് സൈബോർഗ് ഇപ്പോഴും ഉള്ളതെന്ന് വിചാരിച്ച് സൈബോർഗിനെ രക്ഷിക്കുവാനായി അപ്പോക്കലിപ്സിലേക്ക് പോകുവാനായി സഹായം ചോദിച്ച് നമ്മുടെ സൂപ്പർമാൻ ബിഗ് ബാർഡ എന്ന സൂപ്പർ ഹീറോയിനിയുടെ അടുത്ത് സംസാരിച്ച് നിൽക്കെ സിറ്റിയിൽ എന്തോ പ്രശ്നം നടക്കുന്നതായി കേട്ട് സിറ്റിയിലേക്ക് ചെന്ന് നോക്കിയ സൂപ്പർമാൻ ജനങ്ങളെല്ലാം സോംബികളായി മാറിയിരിക്കുന്നത് കണ്ട് ഞെട്ടിപ്പോവുകയാണ്. ഉടനെ തന്നെ തൻ്റെ ഭാര്യയായ ലോയിസിനും മകനായ ജോനഥനും എന്തെങ്കിലും സംഭവിച്ചോന്ന് അറിയുവാനായി വീട്ടിലേക്ക് ചെന്ന സൂപ്പർമാന് തൻ്റെ ഭാര്യയ്ക്കും മകനും ഒന്നും സംഭവിക്കാത്തത് കണ്ട് ആശ്വാസമാവുകയാണ്. മാത്രമല്ല, വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ അവിടെയുള്ള ഫോണെല്ലാം സൂപ്പർമാൻ നശിപ്പിച്ച് കളയുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ ജനങ്ങളെല്ലാം സോഷ്യൽ മീഡിയ വഴി സോംബിയായി മാറിയിരിക്കുന്ന കാര്യമെല്ലാം സൂപ്പർമാൻ തൻ്റെ ഭാര്യയോടും മകനോടും പറയുകയാണ്. മാത്രമല്ല, ഇപ്പോൾ ജോനഥൻ്റെ കൂടെ വെറുതെ ഗെയിമൊക്കെ കളിക്കുവാനായി സൂപ്പർമാൻ്റെ വീട്ടിൽ കുറേ നേരമായി വന്നിരിക്കുന്ന ബാറ്റ്മാൻ്റെ മകനായ ഡേമിയൻ തൻ്റെ അച്ഛനും ബാക്കിയുള്ളവർക്കും എന്തെങ്കിലും സംഭവിച്ചെന്നറിയുവാനായി തൻ്റെ കൈവശമുള്ള ഒരു പ്രത്യേക റേഡിയോ ഉപയോഗിച്ച് ബാറ്റ്മാനെ കോൺടാക്റ്റ് ചെയ്യുവാൻ ഡേമിയൻ നോക്കിയെങ്കിലും ബാറ്റ്മാനോട് സംസാരിക്കുവാൻ ഡേമിയനെ സാധിച്ചില്ല. തൻ്റെ അച്ഛനായ ബാറ്റ്മാൻ അങ്ങനെ സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാത്ത ഒരാളാണെന്നും പക്ഷെ തൻ്റെ അച്ഛനായ ബാറ്റ്മാൻ എപ്പോഴും റേഡിയോ വഴി കോൺടാക്റ്റ് ചെയ്യുമ്പോൾ തന്നോട് സംസാരിക്കാറുള്ളതാണെന്നും അതുകൊണ്ട് ബാറ്റ്മാൻ എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്ന് ലോയിസിനോടും സൂപ്പർമാനോടും പറഞ്ഞ് ഡേമിയൻ ചെറുതായി പേടിക്കുകയാണ്. അന്നേരം തന്നെ സൂപ്പർമാനും ലോയിസും ഓരോന്ന് പറഞ്ഞ് ഡേമിയനെ ആശ്വസിപ്പിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ബാറ്റ്മാൻ ആണെങ്കിൽ ഈ സോംബി വൈറസിൻ്റെ കാര്യമെല്ലാം അറിഞ്ഞിട്ട് തൻ്റെ ബാറ്റ് കേവിൽ ഇരുന്നു കൊണ്ട് തന്നെ തൻ്റെ വീട്ടിലെ ഇൻ്റർനെറ്റും കറണ്ടുമെല്ലാം ഓഫാക്കിയിട്ട് വേഗം ബാറ്റ് കേവിൽ നിന്ന് വീട്ടിലേക്ക് ഓടിച്ചെല്ലുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തൻ്റെ വീടിൻ്റെ ഉള്ളിലുള്ള ആൽഫ്രഡിനും തൻ്റെ വളർത്തുമക്കളായ നൈറ്റ് വിങ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൂപ്പർ ഹീറോയായ ഡിക് ഗ്രേസനും പിന്നെ റോബിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ടിം ഗ്രേക്കിനും എന്തെങ്കിലും സംഭവിച്ചതെന്ന് അറിയുവാനാണ് ബാറ്റ്മാൻ വേഗം വീട്ടിലേക്ക് ചെന്നത്. അങ്ങനെ വീട്ടിൽ ചെന്ന ബാറ്റ്മാന് ആൽഫ്രഡിനൊന്നും സംഭവിക്കാത്തത് കണ്ട് സന്തോഷമാകുന്നുണ്ടെങ്കിലും ബാറ്റ്മാൻ്റെ മക്കളായ നൈറ്റ് വിങ്ങും പിന്നെ റോബിനും ഇപ്പോൾ സോംബികളായി മാറിയത് കണ്ട് ബാറ്റ്മാനും ആൽഫ്രഡും ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ സോംബികളായി മാറിയ നൈറ്റ് വിങ്ങും റോബിനും ഇപ്പോൾ ബാറ്റ്മാനെ അറ്റാക്ക് ചെയ്യുകയാണ്. മാത്രമല്ല, ബാറ്റ്മാനെ അവർ രണ്ടുപേരും കടിച്ചു കീറാൻ നോക്കുകയാണ്.